പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ അച്ഛൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടാൻ അച്ഛൻ്റെ വഴി പറയാം. പ്രഭാതത്തിൽ ഉണർന്ന് നിങ്ങൾ വചനം കേട്ടു, സന്തോഷമുണ്ട്. ഒപ്പം നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഈ വചനം മറ്റു മക്കളുമായി ഒന്ന് പങ്കുവെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി അനുഗ്രഹം കിട്ടും. ഇന്നത്തെ വചനഭാഗം, വാഗ്ദത്ത വചനഭാഗം 2 ദിനവൃത്താന്തം 16:9. തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടി ഭൂമിയിൽ ഉടനീളം പായുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കി പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കണ്ണ് ഭൂമി മുഴുവൻ ഇങ്ങനെ പായാണ്, ദൃഷ്ടി പായാണ്. എന്തിനു വേണ്ടിയാണോ? നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി, നമ്മുടെ ആവശ്യങ്ങൾക്ക് കടന്നു വരാൻ വേണ്ടി. പക്ഷേ അങ്ങനെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും നോക്കി അവസാനം എന്നെ കണ്ടെത്തി അനുഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിന് ഒരു വ്യവസ്ഥയുണ്ട്, ഒരു കണ്ടീഷൻ ഉണ്ട്. അതാണ് വചനഭാവം പറയുന്നത്. അതെന്താണ്? തൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവത്തിൻ്റെ കണ്ണിങ്ങനെ പരതുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കാൻ തക്ക തരത്തിൽ നിഷ്കളങ്കരായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ ശക്തി എന്നെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, തൻ്റെ ജനത്തിന് വേണ്ടി ദൈവിക ശക്തി കാണിക്കുവാനുള്ള അവസരങ്ങൾക്കായി സജീവവുമായി തിരയുന്ന ഒരു ദൈവം. ഒപ്പം എന്നിലെ പൂർണ്ണ ഹൃദയം, നിസ്വാർത്ഥ ഹൃദയം എന്നിൽ വേണം. അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ ഒരു വലിയൊരു കൃപ എനിക്ക് വേണം. ദൈവത്തെ ആശ്രയിക്കണം. അതിനു പകരം മനുഷ്യരെ ആശ്രയിച്ചാൽ മനുഷ്യരുടെ പരിഹാരങ്ങളിലേക്ക് നാം ചിന്തിക്കുമ്പോൾ, തിരിയുമ്പോൾ, അപ്പോൾ ദൈവം എന്നെ അനുഗ്രഹിക്കില്ല. ദൈവത്തെ ആശ്രയിക്കണം. ദൈവത്തെ ആശ്രയിക്കുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി എല്ലാം നടത്തി തരുമെന്നും ദൈവത്തിൻ്റെ കയ്യിൽ മാത്രമാണ് എല്ലാത്തിനും ഉത്തരമുള്ളതെന്ന് നാം തിരിച്ചറിയണം. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രിയമുള്ളവരെ അനുഗ്രഹം പ്രാപിക്കും. അതിന് ദൈവത്തിന് വലിയ ശക്തിയുണ്ട്. ദിവ്യമായ അവൻ്റെ ശക്തി കൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. മറക്കരുത് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പൂർണ്ണ ഹൃദയത്തോടുകൂടി ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് നീ ജീവിക്കുമ്പോൾ തമ്പുരാൻ സ്വർഗത്തിൽ നോക്കും. അങ്ങനെ ആരാണ് ജീവിക്കുന്നത്, ആരാണ് പ്രവർത്തിക്കുന്നത്, ആർക്കാണ് വിശ്വാസമുള്ളതെന്ന്. അപ്പോൾ ദൈവം എന്നെ കാണും. അപ്പോൾ എനിക്ക് വേണ്ടത് എല്ലാം നൽകി കർത്താവിനെ അനുഗ്രഹിക്കും. എന്നെ കാണുക എന്ന് പറയുമ്പോൾ എൻ്റെ വിശ്വാസം നോക്കും കേട്ടോ. എന്നെ നോക്കുമ്പോൾ എൻ്റെ വിശ്വാസം കർത്താവ് കാണും. അതുപോലെ കൽപ്പനയോടുള്ള വിശ്വസത കർത്താവ് കാണും. അപ്പോൾ ദൈവം എന്നെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ഈ വാഗ്ദത്ത പേടകത്തിലേക്ക് സമർപ്പിക്കുക. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷ വേലയിൽ നമുക്കും പങ്കാളികളാകാം.